ഹലോ, അസ്സലാമു അലൈക്കും. വെള്ളിയാഴ്ചത്തെ ഒരു ഫുഡാണ് കേട്ടോ. ഞാനും ചേച്ചിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ നല്ല നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതെല്ലാം എടുത്ത് കേട്ടോ. കുഴപ്പമില്ലാത്ത നെയ്ച്ചോറല്ലായിരുന്നു, നല്ല നെയ്ച്ചോറായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ചേച്ചിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഇവിടുന്ന് വൈകുന്നേരം നല്ല ഇലട വാങ്ങി, അങ്ങനെ 2-3 കായ്പോളെല്ലാം വാങ്ങി വൈകിട്ട് ചായ കുടിക്കാൻ. ചേച്ചി അപ്പോൾ അന്ന് രാത്രി വൈകിട്ട് പോകേണ്ട ആളാണ് കേട്ടോ. ചേച്ചി ഫുൾ ടൈം പണിക്ക് കയറിയതാണ് ഒരു ഫാമിലിൻ്റെ അവിടെ. അപ്പോൾ വ്യാഴാഴ്ച വന്നാൽ വെള്ളിയാഴ്ച വൈകിട്ട് പോകും, പിന്നെ അടുത്ത വ്യാഴാഴ്ചയെ വരുള്ളൂ. അപ്പം പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ പോയത് പാർക്കിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ താമസിക്കുന്ന വില്ലൻ്റെ വേക്കിൽ തന്നെ പാർക്കാണ്. അപ്പോൾ അങ്ങനെ അത് പോയി. അപ്പോൾ ലേഡീസ് പാർക്കാണ് കേട്ടോ. നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതിലൊന്നും വീഡിയോയിലൊന്നും ഫാമിലിയിലൊന്നും എടുത്തിട്ടില്ല. അതെല്ലാം ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ ആരെയും കാണിച്ചിട്ടില്ല. ഒന്നാമത് അറബിച്ചുകളായിരുന്നു കൂടുതൽ, പാകിസ്ഥാനികളെല്ലാം. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ലേഡീസ് പാർക്ക്. അപ്പോൾ എല്ലാവരും ഫുഡെല്ലാം എടുത്ത് ഇവിടെ വന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ഫുഡെല്ലാം ഇങ്ങനെ കുറേ ആളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എടുക്കാൻ ഒരു ഇതായതുകൊണ്ടാണ്, അറബിച്ചി എല്ലാം ആയതുകൊണ്ട്. പിന്നെ മിസ്രിയാൾ, പാകിസ്ഥാനികളെല്ലാം കൂടുതൽ, നമ്മളെ മലയാളികൾ കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആരും വീഡിയോയിൽ അങ്ങ് എടുക്കാത്തത്. അപ്പോൾ ഞാനും ചേച്ചിയും ഇങ്ങനെ കുറേ നടന്നു. പിന്നെ അന്ന് അന്ന് അങ്ങനെ വെള്ളിയാഴ്ച കഴിഞ്ഞു. ശനിയാഴ്ച രാവിലെ എൻ്റെ കൂട്ടുകാരത്തി നാട്ടിൽ നിന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ ഓളെ എയർപോർട്ടിൽ പോയി 5 മണിക്ക് കൂട്ടി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓളെ റൂമിൽ പോയി. അപ്പോൾ കുറച്ച് വെള്ളിയാഴ്ച ഒരു തിരക്കുള്ളൊരു ദിവസമല്ലായിരുന്നു. പിന്നെ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ ഉറക്കം വരില്ലല്ലോ. അന്ന് ഉറക്കം വന്നില്ല. പിന്നെ 5 മണിക്ക് ഓളെ 4:30 എയർപോർട്ടിൽ പോയി. അവളെ കൂട്ടി അവളെ റൂമിൽ കൊണ്ടുപോയി വിട്ട് 6:30 ഞാൻ എൻ്റെ റൂമിൽ തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെയല്ലായിരുന്നു വിശേഷങ്ങൾ. അപ്പോൾ ആരും എൻ്റെ വീഡിയോ കാണാതിരിക്കരുത്. നല്ല പാർക്കാട്ടോ. കുട്ടികൾക്കെല്ലാം സുഖമായിട്ട് കളിക്കാൻ പറ്റിയ പാർക്കെല്ലാം കേട്ടോ. നല്ല പാർക്കാണ്. പിന്നെ ഇവിടെ ലേഡീസ് മാത്രമേ ലേഡീസ് പാർക്കാണ് കേട്ടോ. ലേഡീസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, കുഞ്ഞുങ്ങളും. ഇതിൻ്റെ അപ്പുറം തന്നെ വലിയൊരു ഫാമിലി പാർക്കും ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ ഇത്ര കളിക്കാനൊന്നുമില്ല. ഇത് പിന്നെ അടിപൊളിയാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ല ഊഞ്ഞാലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. കുട്ടികളെല്ലാം ഇങ്ങനെ ഈ ചൂടത്ത് കളിക്കുമ്പോൾ ചുകന്നതിനും മുഖമല്ല, എന്ത് നിറമുള്ള കുഞ്ഞുങ്ങളല്ലേ. നല്ല കുട്ടികളെല്ലാം നല്ല കുട്ടികൾ. ഇതെല്ലാവരും ഇങ്ങനെ ഇതാക്കണം. ഈ പാർക്കിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ കുറേ സമയം ഞാനും ചേച്ചി അവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളെ കളിയെ നോക്കി ഇങ്ങനെ ഇരുന്ന്. പിന്നെ ചേച്ചിക്ക് പോകാൻ ഓല് വിളിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു എന്നാൽ പോവാം നമുക്ക് പറഞ്ഞു. അങ്ങനെ ഞാനും ചേച്ചി എൻ്റെ റൂമിൽ വന്നു. ചേച്ചിക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു. നല്ല ഇലടി ഉണ്ണിയപ്പെല്ലാം കൂട്ടി ചേച്ചി ചായ അടിച്ച് പാവം ചേച്ചി പോയി. ചേച്ചി ഇനി അടുത്ത വ്യാഴാഴ്ച വരുള്ളൂ. ഇപ്പോൾ ലേഡീസ് പാർക്ക് മമ്മൂറയിൽ ഉണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ കുട്ടികളെല്ലാം കളിക്കാൻ വേണ്ടിയിട്ട് നല്ല കളിക്കാനുള്ള നല്ല സ്ഥലങ്ങളെല്ലാം നല്ല ഇതെല്ലാം ഉണ്ട്, ടോയ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫാമിലി ലേഡീസ് പാർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ മമ്മൂറയിൽ ഖദീജ സ്കൂളിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് കേട്ടോ. എൻ്റെ റൂമിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ ലേഡീസ് പാർക്കുള്ളത് കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം എടുത്ത് ഇങ്ങനെ വന്ന് സുഖസുന്ദരമായിട്ട് ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നല്ല ടെൻഷനെല്ലാം മാറ്റി സന്തോഷത്തോടെ നമുക്ക് റൂമിൽ പോകാം കേട്ടോ. കുഞ്ഞുങ്ങളെ കളിയെല്ലാം കണ്ട്. ഇതെല്ലാം വിശേഷങ്ങൾ. നല്ലൊരു മരമുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. ചേച്ചി ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു. നല്ല രസമുണ്ടാവും മരം കാണാൻ. നല്ല ഇലയെല്ലാം തിങ്ങിയ ഇലയിലായിട്ട് അടിപൊളിയാണ്.
ഇതെല്ലാം വെള്ളിയാഴ്ചത്തെ വിശേഷം ഉണ്ടായി, അതുകൊണ്ടാണ് ലൈവ് ഒന്നും വരാത്തത്. അപ്പോൾ വെരി സോറി, ആരും എൻ്റെ ആദ്യത്തെ ലൈവും ആദ്യത്തെ വീഡിയോ എല്ലാം ഒന്ന് കാണുക. അപ്പോൾ ഇതെല്ലാം നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ വെള്ളിയാഴ്ച ഇങ്ങനെ എവിടെയെങ്കിലും പോക്ക് ഇപ്പം നടക്കും, ഇപ്പം ചൂടെല്ലാം പോയിന്. അപ്പോൾ ഇങ്ങനെ ഇനി വേഴം വെള്ളിയിൽ ഇങ്ങനെ വൈകുന്നേരം പാർക്കിലോ ഗോർണിഷിലോ കടപ്പുറത്തെല്ലാം ഒന്ന് പോയിരിക്കാൻ നല്ലൊരു സുഖമാണ്. ചൂടെല്ലാം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളിയാഴ്ച ഞാൻ ഈ ഉടുപ്പാണ് ഇട്ട് പുറത്ത് പോകുമ്പോൾ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നേരെ പാർക്കിലാണ് വന്നേട്ടോ. പാർക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സായിനെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യും കേട്ടോ. എരുത്തനെ പള്ളിയെല്ലാം ഉണ്ട്. പിന്നെന്താ പറയാൻ വന്നേ, ഇന്നലെ 2-3 നാൾ മെസ്സേജ് ലൈവിൽ വരുന്നില്ല, ഇന്നലെ വരാൻ പറ്റിയില്ല. പിന്നെ ചേച്ചി ആകെ ആഴ്ചക്ക് ഒരിക്കലേ വരിക, അപ്പോൾ ഇവിടെയെല്ലാം കൊണ്ടുപോയി. അപ്പോൾ ഇത് നമ്മളെ മേപ്പാളിക്കുട്ടിയാണ്, ഞാൻ പരിചയപ്പെട്ടു. നല്ല സ്വഭാവമുള്ള മോളാണ് കേട്ടോ. അവിടെ പണിക്കാണ് പോലിങ്ങനെ 3 നേരം ഇങ്ങനെ നമ്മൾ ഇരിക്കുന്നതെല്ലാം തുടച്ച് വൃത്തിയാക്കും കേട്ടോ, കച്ചറെല്ലാം കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇതെല്ലാം വിശേഷങ്ങളുണ്ടായത്. അതാണ് ലൈവ് ഒന്നും വരാൻ പറ്റാത്ത. ഇഷ്ടം ഒരു കുന്നമ്മ ഫുള്ള് ഫാമിലി ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ ക്യാമറ ഇതാക്കാത്ത, പെണ്ണുങ്ങളല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് ഞാൻ ക്യാമറയിലൊന്നും ഇതാക്കാത്ത. അങ്ങനെ പിന്നെ പൊലിച്ചക്ക് പോയി എൻ്റെ കൂട്ടുകാരത്തിനെ കൊടുന്ന് ഇതാ പോകുന്നൊന്നും കാണിച്ചിട്ടില്ല. ഇതാ പെട്ടി പൊട്ടിക്കുന്ന കാണിക്കുന്നത്. അവൾ വന്നു, അവളെ റൂമിൽ കൊണ്ടുപോയി. ഞങ്ങൾ ഫസ്റ്റ് തന്നെ പെട്ടി പൊട്ടിച്ച്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഷൈന എന്നാണ്. അപ്പോൾ ഓളെ കൂട്ടാൻ പോയി. അപ്പോൾ ഇന്നത്തെ കഥ പറയണ്ടല്ലോ, നല്ല ബീഫ് പത്തിരിയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം കഴിക്കാൻ പോകണം. ഞാൻ പിന്നെ വേഗം വന്നോളൂ ഉറങ്ങിക്കോട്ടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിൽ വന്നു കുറച്ച് നേരം കിടന്നു. അപ്പോൾ സീരിയസ് ആയിട്ട് കൊടുന്നത് ഞങ്ങളെല്ലാ പെണ്ണുങ്ങളും കൊണ്ടുവരുമ്പോൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി അതെല്ലാം കൊടുന്നതാണ്. മഞ്ഞൾപ്പൊടി നല്ല അടിപൊളി മഞ്ഞൾപ്പൊടി കൊടുന്നതിന്. പിന്നെ മുളകും പൊടി അങ്ങനെ കുറേ സാധനങ്ങൾ കൊടുന്നതിന് കേട്ടോ. പിന്നെ ഇതാ അലുവ എന്താണ് പറയുക, ഒരു ലൂസ് പോലത്തെ അലുവയാണ് കേട്ടോ. പിന്നെ മുളക് ബീഫ് 2 പാക്കറ്റ് ഉണ്ട്. പിന്നെ ഇതും ഉണ്ട് കേട്ടോ, എന്താണ് ഇടിയിറച്ചിയും ഓള് വാങ്ങിയതിന്. അതും ബീഫ് തന്നെയാണ്, ബീഫാണ് ഓള് കാര്യമായിട്ട് കൊടുന്നതിന് കേട്ടോ. പിന്നെ കപ്പ വറുത്തത്, ചിപ്സ് അങ്ങനെ കുറഞ്ഞതിന്. ഓർക്കാപ്പുളി വേവിച്ചിട്ട് ഉപ്പിലിട്ട് വേവിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അച്ചാറുണ്ടാക്കാനാണ്. പിന്നെ കാച്ചിൽ പുയിങ്ങാനാണ്. ഇതെല്ലാം ഓൾ കൊടുന്നതിന്. കണ്ടോ പുളി കണ്ടില്ല, പുളി ഇഷ്ടമായി കൊടുന്നതിന്. ഓൾ കൊടുന്ന് അച്ചാറിടും. പിന്നെന്താ കൊടുന്നത്, പിന്നെ ഉണക്കക്കപ്പ കൊടുന്നതിന് പുയിങ്ങാൻ. ഇതാ ഉണക്കക്കപ്പ. പിന്നെ തേന് കൊടുന്നതിന് ഓൾ കേട്ടോ, തേന് കൊടുന്നതിന്. പിന്നെന്താ, പിന്നെ ഈ എന്തൊരു ചുവന്നൊരു കായ ഉണ്ടല്ലോ, അതിൻ്റെ പേര് എനിക്കറിയില്ല, സോറി. പിന്നെ ചെടി വാങ്ങിന് കേട്ടോ നാട്ടിൽ നിന്ന്. ഞങ്ങളെല്ലാം ചെടി വളർത്തുന്ന ആൾക്കാരെ വീട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ചെടി വാങ്ങിന്, അതിന് ഞാൻ കാണിച്ചു തരാം. ഓള് പോയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ കണ്ട പെട്ടി നാട്ടിലെത്തിയാലും ഇവിടെ എത്തിയാലും പൊളിച്ചാൽ 2 സാധനമേ ഉണ്ടാവുള്ളൂ. പക്ഷെ പെട്ടി തന്നെ പൊളിക്കുമ്പോൾ ഒരു സമാധാനം. നാട്ടിൽ നിന്ന് വിടുന്നതാണെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയതാണെങ്കിലും പൊളിച്ചാലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ചെടി വാങ്ങിയത് ഓള്. പിന്നെന്താ വാങ്ങിയത്, പിന്നെ ഇതെല്ലാം കൊടുന്നിട്ടുള്ളൂ. ഇതാ ബീഫ് കാര്യങ്ങളുണ്ട്, ഇടിയിറച്ചി. പിന്നെ പത്തിരി, നൈസ് പത്തിരി ഉണ്ട് കേട്ടോ, നൈസ് പത്തിരി ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പെട്ടിയിൽ. അടുത്ത പെട്ടിയിൽ അവളുടെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഓള് കൊടുന്നത്. അങ്ങനെ ഞാൻ പെട്ടിയും പൊളിച്ച് ഓളോട് പറഞ്ഞ് ഉറങ്ങിക്കോ, ഞാൻ
ഉച്ചൻ്റെ ശേഷം വരാമെന്ന് പറഞ്ഞ് ഓള് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. എന്താന്ന് പറഞ്ഞാൽ ഓൾക്ക് അത്രയും ക്ഷീണം ഉണ്ടാവും. അലുവൊരു എന്താ പറയുക ലൂസ് മോഡലുള്ള ഒരു അലുവയാണ് കേട്ടോ. ഇതിലൊന്നുമില്ല. ഓളെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഓൾ കൊടുന്നത്. അങ്ങനെ അവളും 20 ദിവസം 22 ദിവസമായിട്ട് നിന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഓളും നാട്ടിൽ പോയി വന്നു. അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, ആരും എന്നെ മറക്കാതിരിക്കുക. ഇപ്പോൾ വെള്ളിയാഴ്ച ഇങ്ങനെയല്ലായിരുന്നു. ശനിയാഴ്ച പിന്നെ ഓളെ കൂട്ടാൻ പോയി. ഇതൊന്നും നോക്കണ്ട, ഇതോളെ ഡ്രസ്സാണ് കേട്ടോ. ഡ്രസ്സും കാര്യങ്ങളാണ്. പിന്നെ ഓളെ മരുന്ന് പിന്നെ നമുക്ക് ഇല്ലാത്ത ജീവിതം ഉണ്ടാവില്ലല്ലോ. നമ്മൾ പ്രവാസിയല്ലേ, പല അസുഖങ്ങളുണ്ടാവും. അപ്പോൾ ഓള് മരുന്നുള്ളത് അതാ. പിന്നെ മിച്ചറ്, ചിപ്സ് കാര്യങ്ങൾ ഇതന്നെ ഉള്ളൂ കാര്യമായിട്ട് അതിൽ. പിന്നെ ബാക്കിയെല്ലാം ഉള്ള ഡ്രസ്സാണ്. പിന്നെ എനിക്ക് 2 ക്രീമിന് പറഞ്ഞതിന് അത് ഓള് വാങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, അതിൽ ഫുള്ള് ഡ്രസ്സാണ്. പിന്നെ കുടംപുളി കാര്യമായിട്ടുള്ള ഒരു ലോഡ് കുടംപുളി